സിത്തർ എന്ന പേരിലാണ് ദുബായ് വാടക ബാധ്യതകളാൽ വലയുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നതിനായുള്ള സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി 10 മില്യൺ ദിർഹം അനുവദിച്ചു. റെന്റൽ ഡിസ്പ്യൂട്ട് സെന്ററും മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ചാരിറ്റബിൾ എസ്റ്റാബ്ലിഷ്മെന്റും സംയുക്തമായാണ് ഇത് നടപ്പാക്കുന്നത്. കുടുംബ സ്ഥിരത സംരക്ഷിക്കുന്നതിനും എമിറേറ്റിലുടനീളം സമൂഹത്തിന്റെ ഘടന ശക്തിപ്പെടുത്തുന്നതിനുമായി 2026 കുടുംബവർഷമായി ആചരിക്കാനുള്ള UAE നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗം കൂടിയാണ് പദ്ധതി. കുടിശ്ശിക വരുത്തിയ 111 കുടിയാന്മാരുടെ മോചനത്തിനും 157 എൻഫോഴ്സ്മെന്റ് കേസുകൾ തീർപ്പാക്കുന്നതിനും യോഗ്യരായ 232 കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനും പദ്ധതി സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം മുഴുവനും ഈ പദ്ധതി നീണ്ടു നിൽക്കും. വാടകയുമായി ബന്ധപ്പെട്ട കേസുകളിൽ തടവിലാക്കപ്പെട്ട വ്യക്തികളെ മോചിപ്പിക്കുക, സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുക, പരമാവധി എൻഫോഴ്സ്മെന്റ് ഫയലുകൾ അവസാനിപ്പിക്കാൻ വാടക തർക്ക കേന്ദ്രത്തെ സഹായിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. ദുബൈയിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ വാടക വൻതോതിൽ വർദ്ധിച്ചത് താമസക്കാർക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ ആളുകളുടെ ചെലവുകളുടെ വലിയൊരു ഭാഗം വാടകയാണെന്നാണ്. അതിനാൽ തന്നെ സിത്തർ പോലുള്ള സംരംഭങ്ങൾ കുടുംബങ്ങളെ ഈ വെല്ലുവിളി മറികടക്കാൻ സഹായിക്കുമെന്ന് കണക്കുകൂട്ടപ്പെടുന്നു. സാമൂഹിക സാഹചര്യങ്ങൾ, കുടിശ്ശിക ബാധ്യതകൾ, വരുമാന സ്രോതസ്സുകൾ, മുൻകാല പേയ്മെന്റ് പാലിക്കൽ, പരിശോധിച്ചുറപ്പിച്ച രേഖകൾ എന്നിവയുൾപ്പെടെ സുതാര്യവും നീതിയുക്തവുമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി സഹായം ഏറ്റവും അർഹരായവർക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ RDC പ്രസക്തമായ പങ്കാളികളുമായി അടുത്തു പ്രവർത്തിക്കുന്നുണ്ടെന്ന്, അതുവഴി സമഗ്രതയോടെയും നീതിയോടും കൂടി പിന്തുണ നൽകുന്നുണ്ടെന്നും ഉറപ്പാക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. NTV ദുബായ്. NTV UAE to the world.